ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈമുനാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മുഴുവനായിട്ടുള്ള റാഗി എടുക്കുകയാണെങ്കിൽ അതൊന്ന് കുതിർത്ത് വെച്ചിട്ട് അരച്ചെടുത്താൽ മതി. ഇപ്പോൾ ഈ റാഗിപ്പൊടിയൊക്കെ ഒന്ന് വെന്ത് കുറുകി വരാൻ ആവശ്യമായ വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ കുട്ടികൾക്കൊക്കെ കുറുക്കുണ്ടാക്കുന്ന അതേ രൂപത്തിൽ തന്നെയാണ് ഇത് കുറുക്കിയെടുക്കേണ്ടത്. അപ്പോൾ നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുറുക്കിയെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ റാഗിയൊക്കെ ഇവിടെ കുറുക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കട്ടിക്കാണ് ഇത് കുറുക്കിയെടുത്തിട്ടുള്ളത്. ഇങ്ങനെ കുറുക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കുറുക്കൊക്കെ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് തന്നെ ഞാൻ മിക്സിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പഴമാണ്. ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു റോബസ്റ്റ പഴമാണ്. നമുക്ക് ചെറുപഴം ചേർത്ത് കൊടുത്താലും മതി. നമ്മുടെ കയ്യിലുള്ള പഴം ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് പാല്, പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല. ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്. അപ്പോൾ നമ്മൾ മധുരത്തിന് വേണമെങ്കിൽ നമുക്ക് 2-3 ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ തേങ്ങാപ്പാൽ ചേർക്കാം. അപ്പോൾ തേങ്ങാപ്പാലിന് പകരം ഞാനിവിടെ മുഴുവനായിട്ടുള്ള തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഞാൻ ഒരു 4-5 ബദാം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനത് കുതിർത്തെടുത്ത ബദാമാണ്. അതും കൂടെ ഇതിലൊന്ന് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ പാലൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ലേശം വെള്ളം ചേർത്തിട്ടാണ് ഇതൊന്ന് അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളൊരു 2 ടീസ്പൂൺ റാഗിപ്പൊടി കുറുക്കിയാൽ നമുക്ക് ഒരു 2 ഗ്ലാസ് ഡ്രിങ്കാണ് കിട്ടുന്നത്. പിന്നെ നമുക്കിത് അടിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ബദാമാണ് ചേർത്തിട്ടുള്ളത്. ഇനി കാഷ്യോ പിസ്ത ഏതാണുള്ളത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ബദാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ക്ഷീണം മാറാനും വെയിറ്റ് കുറക്കാനും എല്ലാത്തിനും പറ്റിയ ഒരു ഡ്രിങ്കാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കും കൂടിയാണ്. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീണ്ടും കാണുന്നത് വരെ ബൈ.